ഹായ്, സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ്. ലൈവ് സെക്ഷൻ ഞാൻ കുറച്ചൊക്കെ മിസ് ചെയ്തു. എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. കുറച്ചൊക്കെ കാണാൻ പറ്റുള്ളൂ, ഇടയ്ക്ക് മറിക്കൊക്കെ കാണാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം ഫൈറ്റ് ടോക്സിക്, ഭയങ്കര പ്രശ്നം. നിവിൻ ടാർഗറ്റ് ചെയ്യുന്നത് അനുവിനെയാണ്. പഴയ 16ലേക്ക് നിവിൻ പോയിട്ടുണ്ട്. നിവിൻ നല്ല ഒരു മലരനാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു എന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. നൂറ മൂഞ്ചിലാണ് ആദ്യത്തത്. നൂറ 8 നിലയിൽ പൊട്ടി. നൂറയിൽ നിന്ന് ആ 2 സംഗതികൾ, ഒന്ന് ഇമ്മ്യൂണിറ്റി, അല്ലാതെ നോമിനേഷനുള്ള പവർ, ഈ രണ്ടും ബിഗ് ബോസ് പിടിച്ചു വാങ്ങിച്ചു. അത് എന്നായിരുന്നു, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുമെന്ന്, പിന്നെ പറ്റിക്കും, പിന്നെ തിരിച്ചു വാങ്ങിക്കും. നൂറ അതിനകത്ത് 8 നിലയിൽ തിരിച്ചിപ്പോയി. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അഭിലാഷും ഷാനവാസും തമ്മിലുള്ളൊരു ഫൈറ്റ്. ആ ഫൈറ്റിൽ അഭിലാഷ് ഷാനവാസിനെ പറയുന്നത് നൂറയ്ക്കൊപ്പം നിന്നതിന്റെ കേസാണോ അല്ലയോ എന്നുള്ളൊരു ചെറിയ ഡൗട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ലൈവ് സെക്ഷൻ ഞാൻ ശരിക്കും കാണാത്തത് കൊണ്ട് എപ്പിസോഡ് റിവ്യൂ കൂടെ നമുക്കതിന് കൃത്യത അറിയത്തില്ല. എന്തായാലും രണ്ടും കൂടെ അടി കൂടുന്നത് കണ്ട്, ഈ അടി കൂടലാണ് ഇവർക്ക് ഇതെന്തൊരു ശല്യമാണെന്നറിയാമോ. ഒരാൾക്ക് ഇച്ചിരി പോലും തലവേദനയും വല്ലതും ഉണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഭ്രാന്തെടുക്കും. ഈ 3 മാസം കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും ഇത് കാണുന്ന ഇവർക്ക് ഇച്ചിരിയല്ല, അമ്മണി കൂടിയ ഭ്രാന്ത് വരാൻ ചാൻസ് ഉണ്ട്. ഇത്രയും വഴക്കിടുന്ന ഒരു സെക്ഷൻ വേറെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഭയങ്കര വഴക്ക്, എപ്പോഴും വഴക്ക്. അനു ക്യാരറ്റ് എടുക്കുന്നതിനെ തുടർന്നുണ്ടായ ഒരു അലസണ്ട കണ്ടിരുന്നു. അനു അത് പർപ്പസ്ലി എടുത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ പോലുള്ള കുറേ പേര് പറയുന്നത് കണ്ടിട്ടാണ്. രേവതിയെ ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് എടുത്ത് റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ബിക്കോസ് രേവതി അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. 1-2 വീഡിയോസ് മാത്രമേ കണ്ടുള്ളൂ. ആക്ച്വലി രേവതിയുടെ ഒരു റിവ്യൂയുടെ ഒരു ടോൺ ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അവർ പറയുന്നത്. ഹലോ ബിഗ് ബോസ് സീസൺ 7 കമാൺ, അവിടെ നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ നോക്കൂ, ആ വന്നു, ആ നിന്നു, ആ കടന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തിനാ തള്ള ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? ഇതെന്തുവാ ഇത്? അതിനേക്കാൾ വലിയൊരു ടോക്സിക്. അതും കൂടെ കാണുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് വട്ടുപിടിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കാണാത്തത്. എന്നാലും കുറച്ച് പേര് വന്ന റിവ്യൂവിൽ കമൻസിൽ കുറേ പേര് വന്ന് പറയുന്നുണ്ടായിരുന്നു അനുമോൾക്കിട്ട് താകുന്നുണ്ടെന്ന്. അതെന്തുകൊണ്ടാണെന്ന് അറിയാം, അസൂയ മുത്തിട്ട. അനുമോളെ പോലെ സുന്ദരി കുട്ടി അതിനകത്ത് സ്കോർ ചെയ്യുന്ന കാണുമ്പോൾ എന്തെങ്കിലും കൂടെ നീട്ടിക്കൂടെ ഇട്ടിട്ട് ഒരു വർത്തമാനം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അവിടെ കിടന്ന് തകർക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കൂടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്കൊക്കെ കാശ് കിട്ടിയിട്ടില്ലേ നിങ്ങൾ അനുമോളെ പറയുന്നത്? കാശ് കിട്ടിയിട്ടില്ലേ അനുമോളെ പറയണത്? അല്ല, നിങ്ങൾ ഇതിന് മുമ്പ് കുറേയധികം റിവ്യൂസ് നടത്തിയിട്ടുണ്ടല്ലോ. അതിൽ ഓരോരോ വ്യക്തികളെ പറ്റി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള കുറേയധികം വ്യക്തികൾ ഉണ്ടായിരുന്നല്ലോ. ഇവരിൽ നിന്നൊക്കെ കാശ് വാങ്ങിച്ചോ നിങ്ങൾ? അതുകൊണ്ടാണോ നിങ്ങളിപ്പോൾ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ട് വരുന്നത്? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാകും. പൈസ തന്നാൽ പറയുമെന്ന് ആരാ നിങ്ങളെടുത്ത് പറഞ്ഞേ? അപ്പോൾ പൈസ തന്നിട്ടാണോ നിങ്ങളിതൊക്കെ പറയുന്നത്? പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലേ? ബാക്കിയുള്ളവർ അങ്ങനെയല്ല, ഒരു ഇഷ്ടം കൊണ്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അത് ആവശ്യപ്പെടുന്നത് കൊണ്ടുമാണ് കാണുന്നത്. പൈസ അതൊരു ബോണസാണ്, എക്സ്ട്രാ, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ചുമ്മാ ഇടുന്നിട്ട് തൊള്ള പറക്കുന്നത്. ഭയങ്കര ബോറിംഗ് ആണ് രേവതി. എന്തായാലും രേവതിക്കുള്ള ഡോസ് ഞാൻ വേറെ തരുന്നുണ്ട്. അത് ഇതിനകത്ത് ഞാൻ ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അനു ക്യാരറ്റ് എടുത്തതാണ് പ്രശ്നമാകുന്നത്. ഏറ്റവും പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ശത്രുവല്ല നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം. നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളുടെ മിത്രമായി അഭിനയിക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന വിഷങ്ങളാണ്. അവർ ഏറ്റവും വലിയ വിഷങ്ങളാണ്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പ്രവീൺ അത്തരത്തിലൊരു കാര്യം ചെയ്താൽ അനുമോൾ ചെയ്യേണ്ടത് ആദിലേക്കോ പിന്നെ അവിടുന്ന് പോയ ശൈത്യ കട്ടപ്പയ്ക്കോ കൊടുത്ത മറുപടി ആയിരിക്കരുത് പ്രവീണിന് കൊടുക്കേണ്ടത്. അതായത് മൊത്തം ആൾക്കാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നില്ല, മാതിരി അടി പ്രവീണിന് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ശരിയായ നടപടി. നമ്മളെ കൂടെ നിന്ന് നമ്മളെ കുതികാലി വെട്ടുന്നവരെ വിടരുത്. തീർത്തും ഇല്ലാണ്ടാക്കി തന്നെ അങ്ങ് അറ്റം കയറി ചെയ്ത് തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ റൂൾ അതാണ്. ഞാൻ അതാണ് വരും ദിവസങ്ങളിൽ ചെയ്യാനും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിൽ നോമിനേഷനിലേക്ക് പോവുക, സ്ക്രീൻ സ്പേസ് കിട്ടുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് അനു ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ. അനു അവിടെ എന്ത് ചെയ്താലും കുഴപ്പമാണ്. അനുവിന് വിശപ്പുണ്ട്, വിശപ്പിന് വേണ്ടി ചോറെടുക്കുന്നു. ചോറെടുക്കുമ്പോഴത്തേക്ക് കറി എടുത്തതിന് അവിടെ കിടന്ന് വെള്ളം വയ്ക്കുന്നു. പച്ചച്ചോറ് വരെ തിന്നാൻ പറ്റുമെന്ന് പട്ടിക്കുട്ടിയാണ്. പട്ടി പോലും പച്ചച്ചോറ് തിന്നത്തില്ല. പ്രവീൺ അപ്പോഴൊക്കെ കാണിക്കുന്ന ഇരട്ടത്താപ്പുണ്ടല്ലോ, അടിച്ച് പൊട്ടിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. നെവീൻ വന്നിരുന്നു കൊണ്ട് എന്തൊക്കെ വാരി കൊടുക്കുന്നു, അത് തിന്നാനുണ്ടാക്കുന്നു, അത് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നു, അതിനൊക്കെ അവൻ സമ്മതം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അനുമോൾക്ക് ആഹാരം കൊടുക്കാത്ത എച്ചനാറിയാണ് ഇവൻ വെറും മൈരനില്ല കേട്ടോ, മുത്തുമൈരനാണെന്നാണ് തെളിഞ്ഞത്. പ്രവീണും അതേപോലെ തന്നെ നെവീനും, ഇവർ 2 അവന്മാർക്കും നല്ല പൊട്ടിയിലാണ് കൊടുക്കേണ്ടത്. എന്തൊക്കെയാണ് കാണിക്കുന്നത്? പിന്നെ നെവീൻ്റെ ലാംഗ്വേജ്, നെവീൻ ഓവർ ആകുന്നുണ്ടെന്ന് ബിഗ് ബോസിന് അറിയാം.
ഈ കൂട്ടിനസ് ഓവർലോഡായിട്ട് വാങ്ങിച്ചിറക്കുന്ന അവൻ്റെ ആ 9 ദിവസം ഉണ്ടല്ലോ, അതിന് നല്ല അടിയാണ് കൊടുക്കേണ്ടത്. ഇത്തരക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കൺസേൺ അവരത് മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഇത്തരക്കാർക്ക് നല്ല പൊട്ടീരാ കൊടുക്കേണ്ടത്. ഇമാതിരി തോന്നിവാസം കാണിക്കുമ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റനായി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ കയറി നിരങ്ങുന്നുണ്ട്. അനിമോൾക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല. റിയാക്ട് ചെയ്താൽ ഇങ്ങനെയുള്ള വാഴ വരും അടുത്ത എപ്പിസോഡ്. ഇതിനകത്ത് സാറ്റർഡേ എപ്പിസോഡിൽ അനിമോൾക്ക് നാണമുണ്ടോ ഇത് ചോദിക്കാനായിട്ട് വരും. ആ ഒരു പേടി കൊണ്ടായിരിക്കും മിക്കവാറും കൊച്ചും മിണ്ടാതെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇവൻ്റെയൊക്കെ അടുത്ത് ഞാനായിരുന്നെങ്കിലുണ്ടല്ലോ നെവിൻ്റെ ആ കുത്തിക്കുഴപ്പങ്ങ് തീരുമായിരുന്നു. വാലിച്ചിട്ട് പൊട്ടിച്ചങ്ങോട്ട് വിട്ടു കൊടുക്കണം. എന്ത് എടി പോടി, നിന്റെ അമ്മച്ചി എവിടെയാടാ നാറി, അതല്ലേ നല്ലത്. എടി പോടി കോരങ്ങമാര്. ആര്യൻ്റെ പട്ടിഷോ പറയാതെ പാടി ഉള്ളതിൽ വെച്ച് നല്ല കുത്തിക്കിഴപ്പുള്ള ഒരു കുത്താൻ. അവനെ പറ്റി പറയാൻ ഒരു വാക്കും പോരാ, ഒന്നും പോരാ. ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് അവനൊരു പട്ടിയെ തന്നെ കൊടുത്തു. അവനെ പട്ടി എന്ന് വിളിച്ചാൽ അവൻ കാണിക്കുന്ന വിളിക്കുക പട്ടി ഷോ തന്നെയാണ്. പട്ടി കുട്ടി പട്ടി ഷോ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. ആര്യൻ്റെ ഒരുമാതിരത്തെ വർത്തമാനവും ആറ്റിറ്റ്യൂഡും ഒക്കെ വളരെ വളരെ വൾഗറാണ്. ഈ വീക്കെൻഡിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവില്ലെന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ ആര്യൻ എവിക്റ്റായി പോകേണ്ട ഒരു വ്യക്തിയാണ്. ഹറാം പിറന്ന ഹറാത്തിലുണ്ടായ സാധനമാണെന്ന് ഞാൻ പറയും ആര്യന്. അമ്മാതിരി ഒരു വൃത്തികെട്ട ചെറുക്കനാണത്. 23 വയസ്സേ ഉള്ളോളെന്ന് പറയുന്നു. അവൻ്റെ പ്രവൃത്തിയും അവൻ്റെ ഒരുമാതിരി ചാട്ടവും തുള്ളലും ഒക്കെ കണ്ട നല്ല അട്ടി കിട്ടേണ്ട കുഴപ്പമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആര്യനെ എനിക്ക് കണ്ണേറ്റിയാൽ കണ്ടുകൂടെ. എൻ്റെ റീസൺ മറ്റൊന്നുമല്ല, കുറച്ച് മുതിർന്നവരെ കുറച്ചൊന്ന് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. 24 മണിക്കൂർ അനീഷിൻ്റെ തലയിൽ കയറുന്നതാണ്. വീട്ടുകാരെ പറയുകയോ തന്തയ്ക്ക് വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പുറത്താക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അനീഷിനെ പുറത്താക്കാനുള്ള ചാൻസ് ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും അനീഷിനെ പ്രൊവോക്ക് ചെയ്ത് പുറകെ പോകുന്നത്. പക്ഷെ ഒന്നും നടക്കത്തില്ല. കാരണം അനീഷിനെ അവൻ വിളിച്ച ആ മണുകുണാഞ്ചൻ ക്ലാപ്പൻ അങ്ങനെ എന്തുകൊണ്ട് വിളിച്ചത്, ഇപ്പോൾ അവൻ വിളിച്ചു വരണോ കൊണാപ്പൻ എന്ന് വിളിച്ചതിനാണ് അനീഷ് നീ നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണമാണ്. അതിന് അനീഷിനെ പുറത്താക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ കൊണാപ്പൻ എന്ന് വിളിച്ചത് അവൻ്റെ തന്ത കൊണാപ്പൻ, മുത്തപ്പൻ കൊണാപ്പൻ, അവൻ്റെ ചിറ്റപ്പൻ കൊണാപ്പൻ, അവൻ കൊണാപ്പൻ, അവൻ ഇനി ഉണ്ടാകാൻ പോകുന്ന കൊച്ചുങ്ങളെല്ലാം കൊണാപ്പന്മാർ. അങ്ങനെയാണ് പറയേണ്ടത്. സത്യമായിട്ട് അത്രയും പറയണം. പിന്നെ അനീഷ് കൺട്രോൾ ചെയ്തിട്ട് നിന്റെ വീട്ടിൽ പോയി പറയാൻ അയാളുടെ ടെമ്പർ ലൂസ് ആകുന്ന രീതിയിൽ അയാളെ പിറകെ നടന്നുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട് പിതൃശൂന്യത എന്നോ പിതാവിൻ്റെ ഇതെന്നോ പിതാവിനെ സ്മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്തയ്ക്ക് വിളിയല്ലേ. അപ്പോൾ ഇവൻ എന്തും വിളിക്കാം, മറ്റൊരു വിളിക്കാൻ പാടില്ല. എന്തായാലും ജിസേൽ ഇത്തവണ വലുതായിട്ട് പെർഫോം ചെയ്യാനായിട്ട് വന്നിട്ടില്ല. ആര്യനിക്ക് എന്തെങ്കിലും വീണ ഉടനെ അവൻ്റെ മൂഡ് താങ്ങുക എന്നുള്ളതാണല്ലോ ജിസേലിൻ്റെ ഒരു രീതി. അപ്പോൾ അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കുറച്ച് സമാധാനം അവിടെ ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. ആര്യൻ പട്ടിക്ക് പട്ടി ഷോയാണ് ആര്യം കാണിച്ചതെന്ന് ഞാൻ പറയും. മിക്കവാറും അനീഷിന്റെ കയ്യിൽ നിന്ന് അടിയോ അവൻ വാങ്ങിക്കുമെന്നാണ് തോന്നിയത്. അത്രത്തോളം അവിടെ കിടന്ന് വിളയുന്നുണ്ട്. പിന്നെ പ്രോഗ്രാം കഴിഞ്ഞു, ടാസ്ക് കഴിഞ്ഞു, ടാസ്കിൽ ഫെയിലാകുന്നു, നൂറയെ ഫെയിലാക്കുന്നു. അത് ടാർഗറ്റ് ചെയ്ത കളിയാണ്. നമുക്ക് അതിനകത്ത് ഷാനവാസിൻ്റെ അടുത്ത് ദേഷ്യം തോന്നണ്ട. അതിനകത്ത് ലക്ഷ്മി നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഷാനവാസും അവരും എല്ലാവരും കൂടെ ചേർന്ന് ടീം വർക്കാണ്. ആ ടീം വർക്കിൽ അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ ഇടിച്ച് താഴ്ത്തിടുക എന്നുള്ളത് അത് അവർ സക്സസ് ആയി എന്ന് വേണം പറയാം. അല്ലാതെ അതിനകത്ത് നമ്മളൊന്നും പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും വെക്കേണ്ട കാര്യമില്ല. പക്ഷെ നോറയ്ക്ക് അത് പേഴ്സണൽ ഗ്രഡ്ജ് ആകാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് മൊമെന്റ് നോറ പറഞ്ഞ ഒരു ഡയലോഗ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓഫ് കോഴ്സ് ഞാൻ ഈ ഒരു വിഷയത്തിൽ പുറത്തു പോകുന്നത് ഇറ്റ്സ് ഓക്കെ, ഐ എം റെഡി ടു ഫേസ് ഇറ്റ്. ഇതല്ലല്ലോ അവസാന വാക്ക്, ബിഗ് ബോസ് അല്ലല്ലോ അവസാന വാക്ക്. സോ ആ ഒരു മനസ്സിനെ ആ ഒരു തലത്തിലേക്ക് അവൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. അത് സൂപ്പറായിട്ട് അവളത് പെർഫോം ചെയ്തു എന്നാണ് മനസ്സിലാവുന്നത്. അതങ്ങനെ ചിന്തിക്കാനും തീരുമാനിക്കാനും പാടുള്ളൂ. സോ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഷാനവാസിന് 4 കോയിൻ കൊടുക്കുന്നു, ജിഷിന് കിട്ടി 2 കോയിന്, ബിന്നിക്ക് 2 കോയിന്, അഭിലാഷിന് 1 കോയിന്, ആദിലേക്ക് 2 കോയിന്. അവസാനം 2 പേരിൽ ഒരാളെ ചൂസ് ചെയ്യണമെന്നുള്ള നിലയിൽ വരുമ്പം നൂറെ എല്ലാവരും ചൂസ് ചെയ്യുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ള എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മൊത്തം ഹൗസ്മേറ്റ്സിന് നല്ല അസൂയയുണ്ട്. നല്ല സൂപ്പർ അസൂയയാണ്. പരസ്പരം ഒരാളും ജയിക്കരുത്, ഒരാൾ നന്നാകരുത് എന്നുള്ള അസൂയുണ്ട്. നൂറ മറ്റുള്ളവരുമായി നന്നായി നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ നൂറയ്ക്ക് ആ ഇത് കിട്ടുമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം എന്താണെന്ന് അറിയത്തില്ല. അത്രയും പേര് അവൾക്ക് ശത്രുത വന്നതിൻ്റെ റീസൺ എന്താണെന്ന് അറിയത്തില്ല. അത് മോശമായ ഒരു തീരുമാനമായിപ്പോയി. അവളെ സേവ് ചെയ്യാമായിരുന്നു. അവൾക്ക് കിട്ടിയ ഒരെണ്ണമെങ്കിലും അവളുടെ കയ്യിൽ കൊടുക്കാമായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുമായിരുന്നു. പക്ഷെ എല്ലാവരും ഒന്നിച്ച് കൈ ഉയർത്തിയതിൽ മിക്കവാറും അവൾക്ക് അതെല്ലാം നഷ്ടപ്പെട്ടു. അവൾക്ക് 2 ഇതുണ്ടായത്, 2ഉം നഷ്ടപ്പെട്ടു. പിന്നെ ആ പെണ്ണ് മെൻ്റലി ഡൗൺ ആവാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ അതിന് റിക്കവർ ചെയ്യുമെന്ന് തോന്നുന്നു, ഓവർകം ചെയ്യും. പിന്നെ ആസ് യൂഷ്വൽ അതിലവിടെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അത് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഇത് നൂറയുടെ സ്ഥാനത്ത് അനുവായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു തന്നെ ഈ എപ്പിസോഡ് ഫുള്ള്. തകർത്ത് വാരിയനായിരുന്നു. നൂറയെ ചൂസ് ചെയ്തത് നൂറയുടെ കയ്യിൽ ആ 3 സംഗതി കിട്ടിയതിൻ്റെ മേലിലാണ്. എന്തായാലും നൂറയ്ക്ക് അങ്ങനെ ഒരു സംഗതി കിട്ടിയതിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ബിന്നിയാണ്. കാരണം ബിന്നിക്ക് കിട്ടിയത് ആർക്കും കൊടുക്കേണ്ടി വരുന്നില്ല, ഫാമിലി ടാസ്ക്.
ഫാമിലി ടാസ്കിൽ ഇത്ര വീക്കിൽ. അതുവരെ ബിന്നി എവിടെ നിൽക്കുമെങ്കിൽ നല്ലത്, നിന്നില്ലെങ്കിൽ ഓക്കെ. പക്ഷെ ബിന്നിക്ക് ചെറിയ മാറ്റങ്ങൾ ഉള്ളതുകൊണ്ട് മിക്കവാറും നിൽക്കാനാണ് ചാൻസ്. അനുവിൻ്റെ ആരാധകർ ബാക്കിയുള്ളവരും ഒക്കെ അവളെ അവോയ്ഡ് ചെയ്യും. കാരണം തിരിച്ചറിവുണ്ടാകുന്നവരെ നമ്മൾ പിന്നെ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ, അതാണ് മനസ്സിലായത്. പിന്നെ നെവീൻ എടുക്കുന്നത് കാണുന്നുണ്ട്. ഗോതമ്പും ബാക്കിയുള്ളതും ഒക്കെ കിച്ചണിൽ നിന്ന് എടുത്തുകൊണ്ട് ഉപയോഗിക്കുന്ന കണ്ടിട്ട് അനങ്ങാതെ നിന്നിട്ട് പ്രവീൺ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നത് പിതൃശൂന്യത എന്നല്ല പറയാം, ശുനകപുത്ര ധർമ്മധാതി എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി ഒരു വൃത്തികെട്ട പരിപാടിയാണ് പ്രവീൺ അവിടെ ചെയ്തിട്ടുള്ളത്. പ്രവീണിൻ്റെ ഉള്ളിലുള്ള ആ വൃത്തികേട് ഓപ്പണായിട്ട് അനുമോൾക്ക് തുറന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അനുമോൾ ഇനി അത് ഫോളോ ചെയ്താൽ അനുമോൾക്ക് തന്നെ നല്ലത്, അല്ലാച്ചാൽ അനുഭവിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും കൊള്ളാം. നവീൻ എടുക്കുന്നത് അയാൾക്ക് പ്രോബ്ലം ഇല്ല, വേറെ ആരെടുക്കുന്നതിന് പ്രോബ്ലം ഇല്ല. ജിസേൽ എടുക്കുമ്പോൾ പ്രശ്നമുണ്ടാക്കിയതിന് റണ ഫാത്തിമയെ തല്ലാൻ കയറുന്നു. അതൊക്കെ ചെയ്യുമ്പോഴും നവീനാണ് അവിടുത്തെ യഥാർത്ഥ ഭ്രാന്തൻ എന്നുള്ളത് തെളിവായിട്ട്, പ്രവീണാണ് അവിടുത്തെ യഥാർത്ഥ ഭ്രാന്തൻ എന്ന് തെളിവായിട്ട് ഇന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനി അത് മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതാണ് അനുമോളുടെ ദൗത്യമെന്ന് ഞാൻ പറയാം. അനുമോൾ കുറച്ച് സ്റ്റെപ്പായിട്ട് വരുന്നുണ്ട്, കുറച്ച് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ നെവിനെ ആ ഒരു പെർഫോമൻസിനെതിരെ റണ ഫാത്തിമ ചാടി വീഴുന്നത് നന്നായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ആ കൊച്ചു ചെയ്തതിൽ ഒരു നന്മ തോന്നിയത് ഇപ്പോഴാണ്. റണ ഫാത്തിമ പറഞ്ഞതിൽ പ്രവീൺ എന്ന് പറയുന്ന നാറി വെറും മൈരൻ ആണ് എന്ന് ഞാൻ പറയും. സോറി, ഇന്ന് അങ്ങനത്തെ ലാംഗ്വേജ് കിട്ടുള്ളൂ. അമ്മാതിരി ദേഷ്യം വന്നിട്ടാണ് അത് പറയുന്നത്. വെറും മൈരനാണ്. അതിനേക്കാൾ വലിയൊരു മൈരൻ വേറെ ഒരുത്തനവിടെയുണ്ട്, അവനാണ് നെവീൻ മൈരൻ. രണ്ടും മൈരന്മാരാണ്, അത്രയേ ഉള്ളൂ. ആഹാരം കഴിച്ചതിനൊക്കെ കണക്ക് പറയുന്ന അലവലാദികളെടുത്ത് കുപ്പയിലിടണം. വെറും ചോറ് വാരി കൊടുക്കുന്നതിൻ്റെ പെണ്ണുമ്പിളയാണ് അനുമോ. നീ വെറും ചോറ് വാരി അണ്ണാക്കി കുത്തി ഇറക്കടാ, വൃത്തികെട്ടവനെ, അലവലാതി. അതെല്ലാം പോട്ടെ. എന്നാൽ ഞാൻ എപ്പിസോഡ് മാത്രമേ കണ്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. പിന്നെ ഫുൾ ലൈവ് ഇരുന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒരു 100 വീഡിയോ ഇട്ടിട്ടുണ്ടാവുമായിരുന്നു അവരുടെ കുത്തിക്കിടപ്പിന്. ഒരു വിഷയത്തിലെ ഇമ്പോർട്ടൻസ് പറയാം. പുരോഗമനവാദിയായ പിന്നെ ഒണിലിന് നല്ലൊരു ഇടി ലക്ഷ്മി ത്രൂ കിട്ടുന്നത് കണ്ടു. സന്തോഷമായി രമണ, എനിക്ക് സന്തോഷമായി. ഐ ആം വെരി മച്ച് ഹാപ്പി. അങ്ങനെയുണ്ട്. കർമ്മ വിൽ സ്ലാപ്പ് യു ഇൻ എ വെരി ബാഡ് മാനർ എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഒനിലിന് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു അടിയായിരുന്നു. അതിൽ സത്യത്തിൽ ഒനിൽ ഇന്നസെന്റ് ആണ്. ഞാനിത് കാണാൻ വേണ്ടി സമ്മർ മീഡിയ പോയി നോക്കിയിരുന്നു, ഇതെന്താ വിഷയമെന്ന്. ഈ വിഷയത്തിനെ പറ്റി സമ്മർ മീഡിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സൂപ്പർ. അയാൾ അത് കൃത്യം തെളിവുൾപ്പെടെ കൊണ്ടുവച്ചിരിക്കുന്നു. എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണ് അവർക്കിടയിൽ നടന്നതെന്നുള്ളത്, ഞാൻ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ അത് കണ്ടത് സമ്മർ മീഡിയയാണ്. സമ്മർ മീഡിയ അത് തെളിവുൾപ്പെടെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ സമ്മർ മീഡിയ കാണുന്നതായിരിക്കും നല്ലത്. ഞാൻ സമ്മർ മീഡിയയുടെ ആ വീഡിയോ ആണ് പോയിരുന്ന് നോക്കിയപ്പം ശരിയാണ്, അത് കൃത്യമായിട്ട് എടുത്ത് ഫോട്ടോസ് ഉൾപ്പെടെ, അതായത് അപ്പം നടന്ന ആ ഇത് ഉൾപ്പെടെ വിശകലനം ചെയ്തൊരു സമ്മർ മീഡിയ ഇട്ടിട്ടുണ്ട്. ഒനിലിനെ ടാർഗറ്റ് ചെയ്ത ലക്ഷ്മി വെറും വൃത്തികേടാണ് കാണിച്ചത്. ഓവർ സ്മാർട്ട്നെസ് ഭയങ്കര ബോറായിരിക്കും. സ്മാർട്ട്നെസ് നല്ലതാണ്, ബോൾഡ് നല്ലതാണ്, ഓവറായിട്ടുള്ള അറഗൻസ് നല്ലതല്ല. അത് ലക്ഷ്മിക്ക് ആവോളമുണ്ട്. ഒരു പട്ടി ഷോയാണ് ലക്ഷ്മി ഇതിനകത്ത് കാണിച്ചത്. ലാസ്റ്റ് മിനിറ്റിൽ മസ്താനി കൈയൊഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് ആകെ ചമ്മലായി. മസ്താനി അതെന്താണ് കൈയൊഴിഞ്ഞെന്ന് പറഞ്ഞാൽ മസ്താനിക്ക് മനസ്സിലായി അത് ഇൻറ്റൻഷനലി ചെയ്ത ഒരു കാര്യമല്ല എന്നുള്ളത് മസ്താനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് മസ്താനി പിന്നോട്ട് പിടിച്ചത്. അതുമാത്രമല്ല മസ്താനിയെ പറഞ്ഞ് കൺവിൻസ് ആക്കാൻ ഒനിലിന് സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ ചെയ്യാത്തൊരു കുറ്റത്തിന് നമ്മളുടെ മേൽ ചാർത്തുമ്പോൾ പതർച്ചയുണ്ടാകും. ആ പതർച്ച ഒനിലിന് അവിടെ കിട്ടി എന്നുള്ളതാണ്. ഇതേപോലൊരു സംഗതിയിൽ കൂടെ അനുമോളും പാസ്സായിട്ടുണ്ട്. ആ വേദന അതേ നാണയത്തിൽ, അതിനേക്കാൾ ഭീകരതയിൽ, അതിനേക്കാൾ ആഴത്തിൽ ഒനിലിന് കിട്ടിയത് കണ്ടപ്പോൾ ഒരു സമാധാനം. അതേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. ആക്ച്വലി അതൊരു ആക്സിഡൻ്റ് ആണ്, അല്ലാതെ അങ്ങനെ ഒരു പർപ്പസ് വെച്ചിട്ട് അയാൾ ചെയ്തിട്ടുള്ളതല്ല. ആണുങ്ങൾക്കൊക്കെ അത് ബുദ്ധിമുട്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷാനവാസിന് അത് ഭയങ്കര വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. നമ്മൾ ചെയ്യാത്തൊരു കുറ്റം അത് പറയുമ്പം തകർന്നു പോകും. ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഏതായാലും അത്രയാണ് ഇന്നത്തെ ഒരു പിന്നെ റിവ്യൂവിൽ ഞാൻ കണ്ടത്. മീൻസ് എപ്പിസോഡിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് തീരെ സുഖമില്ലായിരുന്നു, എന്നാലും ഞാൻ എപ്പിസോഡ് റിവ്യൂ മാത്രമാണ് ചെയ്തത്. ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി നോക്കും, പക്ഷേ ഈ തല്ലുകൂടൽ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ തോന്നും. എന്നാലും ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു റിവ്യൂ. പിന്നെ രേവതിയെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ നാളെ ഇട്ടേക്കാം, ഇന്നല്ല. ഞാനത് കണ്ടിരുന്നു. അതും ഇതുപോലെ ബിഗ് ബോസിലെ ടോക്സിക് സെക്ഷൻ കാണുന്നത് പോലെ തന്നെയാണ് രേവതിയുടെ കാണുന്നത്. ആരാണ് അവരെ ഇത്ര കൗതുകത്തോടെ പോയിരുന്ന് കാണുന്നതെന്ന് അറിയത്തില്ല. ഒരുതരം ഭ്രാന്ത് പിടിച്ച അവതരണമാണ് അവർക്കുള്ളത്. ക്യാന്ന് പറഞ്ഞ് വീഴുന്നത് കാണാം. അത്തരത്തിലൊക്കെ അവതരിപ്പിച്ചാൽ ഇതിനെന്തോ അക്സെപ്റ്റൻസ് കിട്ടും, തെറ്റിദ്ധരിച്ചിട്ടായിരിക്കാം. എന്ത് തന്നെയായാലും കൊള്ളാം, കുഴപ്പമില്ല. അത്യാവശ്യം അവർ കണ്ടിട്ടാണ് പറയണതെന്നുള്ള. പക്ഷേ ഒരാളെ മാത്രം കൺസേൺ ചെയ്തിട്ടുള്ള ഈ ആക്രമണം അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നില്ല. കഴിഞ്ഞ തവണ വേറൊരു ലെവലായിരുന്നു. ഇത്തവണ ഇതെന്താണ് എന്നുള്ളത് അറിയേണ്ട കാര്യം തന്നെ. പിന്നെ കമൻസിലൊക്കെ പോയി കിടന്ന് ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും അനുവിൻ്റെ PR ആയിരിക്കത്തില്ല. അനുവിൻ്റെ PRന് എഗൻസ്റ്റ് ആയിട്ടുള്ളവരായിരിക്കും.
അനുവിൻ്റെ PR പ്രശ്നക്കാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലൊരു വിഭാഗം ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്ന് അറിയാം. അത് നമുക്ക് ബോധ്യപ്പെടും. അനുവിൻ്റെ കൂടെ ഉള്ളവരൊക്കെ നല്ല അത്യാവശ്യ ബോധ നിലവാരമുള്ള മനുഷ്യർ തന്നെയാണ്. എന്താണ് കുറച്ച് പഴമക്കാർ, അത്രയേ ഉള്ളൂ. അത് ഒരു വിഭാഗമേ ഉള്ളൂ. ബാക്കി കുറച്ചൊക്കെ ബോധമുള്ളവർ തന്നെയാണ് അനുവിൻ്റെ PRs എന്ന് ഞാൻ പറയും. PR അല്ല, അനുവിനെ ഇഷ്ടപ്പെടുന്നവർ. അവർ ഇത്തരത്തിൽ തള്ളയ്ക്കും മക്കൾക്കും കൊച്ചുങ്ങൾക്കും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഡെപ്തിൽ രേവതി അവരെ എടുത്തു വെച്ച് അവരാധിക്കുന്നത് കൊണ്ടാണ്. അവരാധത്തിന് അവരാധം ഹി മറുപടി ഹേ. ഓ, ഗുഡ് നൈറ്റ്.